உங்க வேலை என்ன? நான் இங்க இது பண்ணிட்டு இருக்கேன். கிரீன் பீஸ் கிரேவி. சிக்கன் போல ஒரு கிரேவி, மட்டன் கிரேவி போல ஒரு கிரேவி. செட்டிநாடுக்கு ஒரு கிரேவி. சாப்பிட வாங்க கண்ணன் வேல்டு. അതെ അതെ എന്നെ വിളിച്ചു പിന്നെ ബിരിയാണി കിട്ടണം. ഓക്കെ ആയി സൂപ്പർ കണ്ടു ഇടയ്ക്ക് അങ്ങനെയും വെക്കി നോക്കട്ടെ. പിന്നെ എന്തൊക്കെ ഇടുന്നത് കാണണം. അത് ലൈക്ക് വന്നു. ഓക്കെ താങ്ക്സ്. എല്ലാം സമ്മേൽ പണി കത്തുപോക. ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഞാനും ഇതൊക്കെ ചെയ്യും. ഇങ്ങനെ വേസ്റ്റ് ചെയ്യയില്ല. വെള്ളം ലാസ്റ്റ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അത് ഇങ്ങനെ ജാറൊക്കെ കൂടി കഴുകി ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിക്കും. എല്ലാം വൃത്തിയായിരിക്കണം. അപ്പൊ ക്ലീൻ ചെയ്ത് വിടണം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഭയങ്കര പണിയായിരിക്കും. സൂപ്പർ 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 മണം വരുന്നു. വാ 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 അങ്ങനെ നല്ല ഗ്രീൻ പീസ് കറിയുടെ മണം ഇവിടെ അടിക്കുന്നു. പിന്നെ ഗ്രീൻ ചില്ലി സോറി റെഡ് ചില്ലി. മുളക് പൊടി. ഓ മനസ്സിലായി എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പഴേ നിങ്ങൾ ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇടില്ല? കാശ്മീരി ചില്ലി പൗഡർ അതുണ്ട്, പക്ഷെ ഞാൻ പൊടിച്ച് വെച്ചതാണ്. ഇത് വന്നിട്ട് ഏതറിയോ, ഈസ്റ്റേൺ മസാലയുടെ പൊടിയാണത്. പിന്നെ ഇത് ഈസ്റ്റേൺ മസാലയുടെ കോറിയാണ്ടർ പൗഡർ. ഫുഡ് കഴിക്കുകയാണ്. ഇതെന്ത്? കോറിയാണ്ടർ പൗഡർ. ഓ മല്ലിപ്പൊടി. നമുക്ക് കുക്കാക്കുമ്പോ നമുക്ക് ഉപ്പുണ്ടോന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ ആണോ? അങ്ങനെ എക്സ്പീരിയൻസ് ആണോ? അറിയാം. ഒരു 5 മിനിറ്റ്സ് കുക്ക് ആകണം. വേണമെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കാം, ഇല്ലെങ്കിൽ ലൈം ഒഴിക്കാം. തൈര് കൂടി ഒഴിക്കുമ്പോ ഒരു പ്രത്യേക വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ലൈം പിഴിഞ്ഞുവിടാം. ലൈം തൈര് ഇല്ലെങ്കിൽ ലൈം.